ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. റോ മെറ്റീരിയൽസ് വാങ്ങിക്കാൻ പോയപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ അത്. ആർക്കെങ്കിലും ഇത് എന്താണെന്ന് മനസ്സിലായോ? ഇതൊരു ബീഡ്സ് ആണ്. നമ്മളിത് വെച്ചിട്ട് ഒരു മാല ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഓണമൊക്കെ വരില്ല, ഓണത്തിന് ട്രഡീഷണൽ വെയറിൻ്റെ കൂടെ ഒക്കെ ഇടാൻ പറ്റിയുള്ള ഒരു രീതിയിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും. അപ്പോൾ എന്തൊക്കെ മെറ്റീരിയൽസ് വേണം എന്നുള്ളത് ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് നമുക്ക് ആ ഒരു ബീഡ് വേണം. പിന്നെ കോമ്പിനേഷനായിട്ട് എടുത്തിട്ടുള്ളത് മെഹന്തി ബീഡാണ് കേട്ടോ. പിന്നെ നമുക്ക് കോർക്കാനായിട്ട് നൈലോൺ ത്രെഡും അതുപോലെ കൊളുത്തായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഫിഷ് ഹൂക്കാണ് കേട്ടോ. ഇല്ലെങ്കിൽ ഇതുപോലെ മുത്തുമാലയ്ക്ക് കൊടുക്കണ ലോക്കില്ല, അതായാലും മതി. ഇനി നമുക്ക് മാല എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം തന്നെ നൈലോൺ ത്രെഡ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ആവശ്യമുള്ള ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കുക. ഈ നൈലോൺ ത്രെഡ് കട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ഓരോ ഇഴകൾ ഇങ്ങനെ അഴിഞ്ഞു വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ലൈറ്റർ വെച്ചിട്ട് ജസ്റ്റ് രണ്ട് എൻഡ് ഒന്ന് ഉരുക്കിയെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ബീഡ്സ് ഓരോന്നായിട്ട് കോർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഒരു ഗ്രീൻ കളർ ബീഡ് കോർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബീഡ്സിന്റെ പേര് എനിക്കറിയില്ല. അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു ടൈപ്പ് ബീഡ്സിന്റെ പേര് അറിയിച്ച് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. തൽക്കാലം നമുക്ക് വീഡിയോയിൽ ഇതിന് ഗ്ലാസ് ബീഡ് എന്ന് പറയാം കേട്ടോ. കാരണം ഇത് നല്ല ഗ്ലാസ് പോലെയാണ് ഇരിക്കുന്നത്. അത് മാത്രമല്ല കേട്ടോ, താഴത്ത് വീണ പൊട്ടി പോകുന്നുണ്ട്. എൻ്റെ കയ്യിൽ 2-3 താഴത്ത് വീണ് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഫസ്റ്റ് നമ്മളൊരു ഗ്ലാസ് ബീഡ് കോർത്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു മെഹന്തി ബീഡ്, വീണ്ടും ഒരു ഗ്ലാസ് ബീഡ്, മെഹന്തി ബീഡ്. ഈ ഒരു രീതിയിൽ നമുക്കൊരു 12 ബീഡ്സ് കോർത്തെടുക്കണം കേട്ടോ. ഇങ്ങനെ ഓരോ ബീഡ്സ് ആയിട്ട് കോർത്തെടുക്കേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. എന്നാലും നമുക്കൊരു 20 മിനിറ്റിനുള്ളിൽ ചെയ്തെടുക്കാം. ഞാൻ സൂചി വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ. പക്ഷെ ഇത് നൈലോൺ ത്രെഡ് ആയ കാരണം സൂചിയുടെ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ കയറുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇതുപോലെ കൈകൊണ്ട് തന്നെ കോർത്തെടുക്കുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ മെഹന്തി ബീഡും ഗ്ലാസ് ബീഡും ഇടവിട്ടിട്ട് 12 എണ്ണം വീതം കോർത്തെടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഈ ചെയിൻ ഫുള്ളായിട്ട് ഈ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ചെയ്തെടുത്താലും നല്ല ഭംഗിയുണ്ടായിരിക്കും. പക്ഷെ ഞാൻ ബാക്കി വരുന്ന സ്ഥലത്ത് മെഹന്തി ബീഡാണ് കേട്ടോ കോർത്ത് കൊടുത്തത്. രണ്ട് സൈഡിലും ഒരുപോലെ തന്നെ കോർത്തെടുക്കുക. ഞാനൊരു 45 ബീഡ്സ് വെച്ചിട്ടാണ് കേട്ടോ കോർത്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു എണ്ണത്തിൽ ചെയ്തെടുക്കുമ്പോൾ മീഡിയം ലെവലിലാണ്ടുണ്ടായിരിക്കും, ഒരുപാട് ലെങ്ത് ഉണ്ടായിരിക്കില്ല. ഈ ഒരു മെഹന്തി ബീഡ് കുറച്ച് ചെറിയ ടൈപ്പ് ആയിരുന്നു കേട്ടോ. കുറച്ചുകൂടി വലിപ്പമുള്ള ബീഡ്സ് ആണെങ്കിൽ ഇത്രയും എണ്ണത്തിന്റെ ആവശ്യം ഉണ്ടാവില്ല. പിന്നെ കുറച്ച് പേർക്ക് തന്നെ ഡൗട്ട് ഉണ്ടായിരിക്കട്ടെ, എന്താണ് ഈ മെഹന്തി ബീഡ് എന്നുള്ളത്. എനിക്കും ആദ്യം അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഷോപ്പിലെ ചേച്ചിയാണ് പറഞ്ഞു തന്നത്. നമുക്ക് കാണുമ്പോൾ നമ്മുടെ സാധാരണ പ്ലാസ്റ്റിക് ബീഡ് ഇല്ലേ, ഗോൾഡൻ കളർ, അതുപോലെ തോന്നും. പക്ഷെ അതല്ല കേട്ടോ, ഇത് കുറച്ചും കൂടി ക്വാളിറ്റി കൂടിയതാണ്. പെട്ടെന്ന് കളർ പോവില്ല, കുറച്ചുകൂടി ലാസ്റ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അതുപോലെ പ്ലാസ്റ്റിക് ബീഡിനേക്കാളും കുറച്ച് റേറ്റും കൂടുതലാണ് കേട്ടോ ഇതിന്. രണ്ട് സൈഡിലും ബീഡ്സ് ഒക്കെ കോർത്തെടുത്തിട്ട് നമ്മുടെ ചെയിൻ ഇവിടെ ഏകദേശം കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കൊളുത്ത് പിടിപ്പിക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫിഷ് ഹൂക്കാണ് യൂസ് ചെയ്യുന്നത്. ഫിഷ് ഹൂക്ക് വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് റൗണ്ട് റിങ്ങും വാങ്ങിക്കാൻ കിട്ടും. റൗണ്ട് റിങ് മാലയുടെ ഒരറ്റത്ത് കോർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു 3-4 പ്രാവശ്യമെങ്കിലും ടൈറ്റ് ചെയ്തിട്ട് കെട്ടിക്കൊടുക്കുക കേട്ടോ. ബാക്കി വരുന്ന ത്രെഡ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഇനി നമ്മൾ കോർത്തെടുത്തിട്ടുള്ള ബീഡ്സ് എല്ലാം ഈ ഒരു റിങ്ങിൻ്റെ അടുത്തേക്ക് ചേർത്ത് വെക്കണം കേട്ടോ. അതിനുശേഷം ഓപ്പോസിറ്റ് സൈഡിൽ ഫിഷ് ഹൂക്ക് ഇതേപോലെ തന്നെ കോർത്തെടുക്കുക. എന്നിട്ട് ബീഡ്സിൻ്റെ അടുത്തേക്ക് ചേർത്ത് വെച്ചിട്ട് നന്നായി ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കുക. ത്രെഡ് പുറത്തേക്ക് കാണാത്ത രീതിയിൽ വേണം നമ്മൾ കൊളുത്ത് പിടിപ്പിക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ട് ഹുക്ക് മാക്സിമം ബീഡ്സിൻ്റെ അടുത്തേക്ക് ചേർത്ത് വെച്ചതിന് ശേഷം മാത്രം കെട്ടിക്കൊടുക്കുക. എക്സ്ട്രാ വരുന്ന ത്രെഡ് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ലൈറ്റർ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഉരുക്കി കൊടുക്കുക കേട്ടോ. അത് അഴിഞ്ഞു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ ഫിഷ് ഹുക്ക് യൂസ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഹുക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ബാക്ക് ചെയിൻ ഹുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എസ് ഹുക്ക് യൂസ് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ നമ്മൾ ആദ്യം ത്രെഡ് കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ലെങ്ത്ത് കുറച്ച് എടുക്കുകയാണെങ്കിൽ നമുക്ക് ബീഡ്സ് ഒക്കെ കോർത്തെടുത്തതിന് ശേഷം കൊളുത്ത് പിടിപ്പിക്കുന്ന സമയത്ത് അത് ടൈറ്റ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് കുറച്ച് എക്സ്ട്രാ ലെങ്ത്തിൽ എടുക്കുക. ബാക്കി വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാലോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ മാല ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മെഹന്തി ബീഡിന് പകരം ക്രിസ്റ്റൽ ബീഡ് വെച്ചിട്ടും ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ ക്രിസ്റ്റൽ ബീഡ് വെച്ചിട്ട് ഒരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് മെഹന്തി ബീഡ് വെച്ചിട്ടാണ്. ക്രിസ്റ്റൽ ബീഡ് വെച്ചിട്ടുള്ള ഞാൻ അതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടെന്നുള്ളതൊന്ന് കമൻറ്റിലൂടെ പറയണേ. അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.